ഹലോ. അപ്പോൾ ഈ പ്ലേസ് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ എന്നൊന്ന് നോക്കിക്കേ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് തൊമ്മൻകുത്തിലാട്ടോ. അപ്പോൾ ഇട ദിവസമാണ് ഞങ്ങൾ വന്നത്. തിങ്കളാഴ്ച ദിവസമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ റഷും കാര്യങ്ങളും ഒന്നുമില്ല. ആകെ 2-3 പേര് മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ ആ സ്ഥലത്ത്. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ശനിയും ഞായറും ഒക്കെ ഭയങ്കര തിരക്കുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ തൊമ്മൻകുത്ത് ഉള്ളിലേക്ക് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ പുറത്ത് ഫസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്ത് കുറച്ച് നേരം ഇങ്ങനെ ചുറ്റി നടന്ന് ആണ് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് തൊമ്മൻകുത്ത് വാട്ടർഫോളിലേക്കുള്ള എൻട്രി. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ ഇവിടെ ഈ ഷോപ്പിൽ എക്കോ ഷോപ്പിൽ നമുക്ക് ഗ്രാമ്പൂ പട്ട ഇതൊക്കെ കിട്ടും. നമ്മൾ ഉള്ളിലേക്ക് കുറേ നടക്കാനുണ്ട്. അതിന് മുന്നേ നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള അരീക്കൽ വാട്ടർഫോൾസിൽ പോയിട്ടുണ്ട്. അവിടത്തേലും ഒരു പലയിടത്തും പല വ്യത്യസ്ത ഭംഗിയായിരിക്കും. എന്നാലും അവിടത്തേൽ കുറച്ചും കൂടി നല്ല ഭംഗിയാണ് ഇവിടുത്തെ പ്ലേസ്. വലിയ വെള്ളം കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടില്ലെങ്കിലും വെള്ളമൊക്കെ ഉണ്ട്. പക്ഷേ ഓരോ ഈ പോകുന്ന വഴിക്ക് ഓരോ പ്ലേസും വളരെ അടിപൊളിയാണ്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പോകെ കാണാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. ഓരോ സ്പോട്ടിലും ഒരു വ്യത്യസ്ത ഭംഗിയുണ്ട് ഇവിടെ. എനിക്ക് അതാണ് അരീക്കൽ വാട്ടർഫോൾസിൽ നിന്ന് തൊമ്മൻകുത്ത് വാട്ടർഫോളിൽ വന്നപ്പോൾ തോന്നിയത്. വെള്ളം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ വെള്ളം ഉണ്ട് അവിടെ. അരീക്കലിലൊക്കെ ഞാൻ പോയ ടൈമും ഈ ഒരു വെയിലുള്ള ടൈമൊക്കെ തന്നെയായിരുന്നു. അന്നേരം അവിടെ ഒരു തുള്ളി വെള്ളമില്ല. പക്ഷെ ഇവിടെ നല്ല വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കുറേ ഇതിപ്പോൾ നിങ്ങൾ ഈ വെയിൽ ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ ഇതൊന്നും അറിയില്ല. കാരണം നിറച്ചും മരങ്ങളുടെ ഉള്ളിൽ കൂടിയാണല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു പ്രത്യേക കൂളിംഗ് ആണ്. അപ്പോൾ നമുക്കത് ഒട്ടും ക്ഷീണം അറിയില്ല. അത്ര രസമാണ് ഇങ്ങനെ നടന്ന് പോകാൻ. നല്ല രസമാണ്. അപ്പോൾ ഇവിടെ വരാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടുകളുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള. പിന്നെ പുറത്ത് ഇതിൻ്റെ പുറത്താണ് നിങ്ങൾക്ക് കടകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ സാധനങ്ങൾ, ഇപ്പോൾ വല്ല വെള്ളമോ ഐസ്ക്രീമോ ഒക്കെ കഴിക്കാനുള്ള ചെറിയ കടകളൊക്കെ ഉണ്ട്. അല്ലാണ്ട് അവിടെ വലിയ കടകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. പിന്നെ ഈ കാണുന്നൊരു സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ വളരെ അട്രാക്റ്റ് ചെയ്തൊരു സ്പോട്ടാണിത്. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. എനിക്ക് പെട്ടെന്ന് മറ്റേ നമ്മൾ കുളു മണാലിയൊക്കെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകുന്ന വെള്ളമൊക്കെ ഒഴുകുന്ന സ്ഥലമുണ്ടല്ലോ, അതാണ് കറക്റ്റ് എനിക്ക് തോന്നിയത്. നല്ല രസമാണ്. എന്നിട്ട് നമ്മളിവിടെ ഇറങ്ങി കാലൊക്കെ നനച്ചിട്ട് നല്ല ക്ലിയർ വാട്ടറാണേ. അത്ര ക്ലിയർ വാട്ടറാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. കുറേ നേരം നമ്മളൊക്കെ അവിടെ ഇറങ്ങി നിന്നു. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് വന്നത്. നമ്മളപ്പോൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഹസ്ബൻഡിൻ്റെ ഉമ്മാനെ കൊണ്ടാക്കാൻ നമ്മൾ തൊടുപുഴ വന്നപ്പോൾ, തൊടുപുഴയിൽ അടുത്താണല്ലോ തൊമ്മൻകുത്ത്, അതുകൊണ്ട് നമ്മളിവിടെ വന്നതാണ്. ഞാനിവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് വന്നതാണ്. കണ്ടോ, ക്ലിയർ വാട്ടറാണ്. നല്ല നമുക്ക് ഇതിനകത്ത് കണ്ടാൽ മനസ്സിലാവും. നല്ല അടിപൊളി. ഇത് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. വളരെ നല്ലൊരു ഫീലായിരുന്നു. ആ പുറകിൽ കാണുന്ന
ആ ഒഴുക്കുണ്ടല്ലോ അടിപൊളിയാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം ഇറങ്ങി കാലൊക്കെ നനച്ചപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം. നല്ല അടിപൊളി ക്ലിയർ വാട്ടർ കേട്ടോ. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ നല്ല രസമാണ്. ഇനി ഇവിടെ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് വരുന്നത് 40 രൂപ കേട്ടോ. 40 രൂപ ടിക്കറ്റ് ചാർജ് ഉണ്ട്. ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇറങ്ങി എന്ന് പറഞ്ഞ ഒഴുക്കുണ്ടല്ലോ, അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. ഇത് നല്ലൊരു വൈബാട്ടോ. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി ഞാൻ എന്തായാലും അങ്ങോട്ട് ഇറങ്ങാം. ഇറങ്ങി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. വാവ്, സൂപ്പറാണ്. ഇവിടുത്തെ ഒരു പ്രത്യേക വൈബാട്ടോ. എന്തായാലും ഇവിടെ ഇറങ്ങി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ തോന്നുക. അപ്പോൾ ഇരിക്കാം. നല്ല തെളിഞ്ഞ വെള്ളം കണ്ടോ. ഒരു വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ മണ്ടയിലോട്ട് ഞാൻ ഓടി കയറിയതാട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ മേളിൽ കയറിയപ്പോൾ നല്ല പേടിയായിട്ട്. വിചാരിച്ച പോലെ അല്ല, എനിക്ക് തീരെ ധൈര്യമില്ലെന്ന് മനസ്സിലായി. കണ്ട, വളരെ പേടിച്ച് പിടിച്ച് നടക്കുന്ന ഹസ്ബൻഡ് അവിടെ നിന്ന് കഴിവതും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നടക്കുന്നൊക്കെ. പക്ഷേ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, പേടി കാരണം. പിന്നെ അതും കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതും കണ്ടപ്പോൾ എനിക്ക് വളരെ, ഓരോ സ്പോട്ടും കാണുമ്പോൾ വളരെ ഒരു ഭംഗിയാട്ടോ അവിടെ. അങ്ങനെ നടന്ന് തൊമ്മൻകുത്ത് വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിയേ. കണ്ടോ, വെള്ളം നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ ഇവിടെ ആകെ 2-3 പേരെ വന്നിട്ടുള്ളൂ. ഇത് ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവരാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന വഴിയിലോട്ടൊന്നും പോകാൻ പാടില്ലെന്ന് അവിടെ നിൽക്കുന്ന ഒരു ഗാർഡ് പറഞ്ഞിട്ടോ. ഇവിടെ ഉള്ളത് ഫുള്ള് ലേഡി ഗാർഡാട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു, ഫോട്ടോ എടുത്തു. അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്പോട്ട് ഒരുപാടുണ്ട് കേട്ടോ. അവിടെ നല്ല രസമാണ്. അതൊരു നല്ല കാര്യം. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഉണ്ട്. വെള്ളം ഒഴുക്കുണ്ട്, നല്ല ഒഴുക്കാണ് വെള്ളത്തിന്. ഹാപ്പി വിശക്കുന്നുണ്ടോ?